നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും BVK മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ വീട്ടിൽ പരീക്ഷിക്കാവുന്ന ചില പൊടിക്കൈകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രമേഹ നിയന്ത്രണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി ഭക്ഷണക്രമം, ജീവിതശൈലി എന്നിവയാണ്. മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നാം കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ ഉറക്കവും വ്യായാമവും പ്രമേഹ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രമേഹ രോഗികൾ ഭക്ഷണത്തിന് ശേഷം അയമോദകം ചേർത്ത ചായ കുടിക്കുന്നത് നല്ലതാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന രീതിയിൽ അയമോദകം ചേർത്ത് തിളപ്പിച്ച് അത് തണുപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് ആഹാരത്തിന് ശേഷം കുടിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വൈറ്റമിൻ C ധാരാളം അടങ്ങിയ നെല്ലിക്ക കഴിക്കുന്നതും പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണ്. ഇത് ദിവസവും കഴിക്കുന്നത് അത്യുത്തമമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ക്രോമിയം പഞ്ചസാര കുറച്ച് ഇൻസുലിൻ സമ്പാദത്തെ മെച്ചപ്പെടുത്തും. പ്രമേഹത്തിനുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങളിലൊന്നാണ് ഞാവൽപ്പഴം. ഞാവൽപ്പഴം കഴിക്കുന്നതും പഞ്ചസാരയുടെ അളവ് രക്തത്തിലെ കുറയ്ക്കാൻ സഹായിക്കുന്നു. വെളുത്തുള്ളി കഴിക്കുന്നതും നമുക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുരിങ്ങയില കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒക്കെ ധാരാളം ഗുണം ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയില കഴിക്കുന്നതും ഏറ്റവും അത്യുത്തമമാണ് പ്രമേഹ രോഗികൾ. പിന്നെ 1 സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രിയിൽ കുതിർക്കാനിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും പ്രമേഹ രോഗത്തിന് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും ചേർത്ത ചൂടുവെള്ളം കുടിക്കുന്നത് പ്രമേഹ രോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും പ്രമേഹം തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. പ്രമേഹം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണക്രമവും മറ്റ് വ്യായാമങ്ങളും ഒക്കെ ചെയ്ത് നമുക്ക് പ്രമേഹം പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.